ഇവിടെ നടന്നിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ വേറിറക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തൃശ്ശൂരിലുണ്ടായിട്ടുള്ള വിക്ടറി അത് വിക്ടറിയായി ആഘോഷിക്കുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റായ നിഷ്പക്ഷമായ അല്ലെങ്കിൽ പക്ഷപാതരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വേണം അത് വിക്ടറി എന്ന് ആഘോഷിക്കാൻ വേണ്ടി. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ യാതൊരു തരത്തിലും അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനും ഞങ്ങൾ പോയിട്ടില്ല. അത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ വോട്ട് കിട്ടി ജയിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തോറ്റ ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പറയുമ്പോൾ തോറ്റ ആളുകളുടെ എന്തോ ജൽപ്പനങ്ങളാണെന്ന നിലയിലേക്ക് അതിനെ അപഹസിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അല്ല, ഞാൻ മറുപടി കൊടുക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തെളിവിങ്ങോട്ട് കൊണ്ടുവരൂ. തെളിവ് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലടയ്ക്കാനുള്ള അധികാരം കൂടി ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയുന്ന ന്യായം എവിടുത്തെ ന്യായമാണ്? അത് എന്ത് റൂളാണത്? ആർക്ക് വേണ്ടിയുള്ള റൂളാണത്? അത് ഇലക്ടർ റോൾ എന്ന് പറയുന്ന ഇലക്ടർ റോളിനെ സംബന്ധിച്ച് അനാവശ്യമായിട്ട് ആളുകൾ പിന്നെ ആർഗ്യുമെൻ്റ് വെച്ചുകൊണ്ട് ഇലക്ടർ റോളിനെ ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ്. ഒരു ഇലക്ഷൻ്റെ അന്തിമഘട്ടത്തിൽ യാതൊരു തെളിവില്ലാതെ നിങ്ങൾ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒരു ഓത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ചലഞ്ച് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം അതാണ്. അത് ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു റൂളാണ്. അതിപ്പോൾ വസ്തുതാപരമായി ഇപ്പോൾ ഇലക്ഷനും കഴിഞ്ഞു, ഫൈനൽ ഇലക്ട്രോളും കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും പ്രഖ്യാപിച്ച ശേഷം അതിലുണ്ടായിട്ട് തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ആ ഒത്തു കൊടുക്കണം എന്ന് പറയുന്നത് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമല്ല. അതാണ് എൻ്റെ പോയിന്റ്. തൃശ്ശൂർ പൂര വിവാദം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നം, അത് ഒരു കൃത്യമായ ഗൂഢാലോചന തൃശ്ശൂരിൽ നടന്നു എന്ന് തന്നെയാണ് താങ്കൾ? തൃശ്ശൂരിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും അത് പ്രധാനമന്ത്രി 3 തവണ വന്ന ഒരേ ഒരു മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് ഇടപെട്ട മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. അവിടെ നടന്നിട്ടുള്ള നിരവധി മാനിപ്പുലേഷൻ സംബന്ധിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ പണം കൊടുത്ത് എങ്ങനെ വോട്ട് നേടുന്നു, ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് നേടുന്ന സംവിധാനം എങ്ങനെയാണ് BJP വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ, അതായത് പണത്തിൻ്റെ ആധിപത്യം കൊണ്ട് പലതും ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്നത് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഒട്ടനവധി തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആർഗ്യുമെൻറ്റ് അത് സത്യസന്ധമാണെന്ന് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് തോന്നിയാൽ മാത്രമേ ഇലക്ഷൻ കേസുകളിൽ സാധാരണ നിലയിൽ അത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ പ്രഥമ ദൃഷ്ടിയ സത്യമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്.